വടകരയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സാഗർ കോളേജ് സ്ഥാപകനും പ്രിൻസിപ്പാളുമായിരുന്ന CK ശശി മാസ്റ്ററുടെ 30ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ശശി മാസ്റ്ററുടെ സുഹൃത്തുക്കളും സാഗർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ അനുസ്മരണ പരിപാടി വടകര ടൗൺ ഹാളിൽ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം എന്ന് പറയുന്നത് സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആദർശം ആണ്. സാഹോദര്യം എന്നത് ഒരു വലിയ മൂല്യമാണ്. സാഹോദര്യത്തിൻ്റെ അടിത്തറ നമ്മുടെ ഭരണഘടനയാണ് എന്ന് നിങ്ങൾക്കറിയാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 തൂണുകളിലാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത്. ആ 3 നെടുംതൂണുകൾ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട 3 ആദർശങ്ങളാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 തത്വങ്ങളും സ്വാംശീകരിക്കപ്പെട്ട് കഴിയുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സമൂഹമായി തീരുകയുള്ളൂ. അതുകൊണ്ട് സ്വാതന്ത്ര്യം അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. എന്താ വ്യക്തികളുടെ സ്വാതന്ത്ര്യം? എനിക്ക് വഴി നടക്കാൻ, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ, എനിക്ക് തൊഴിലെടുക്കാൻ, പഠിക്കാൻ ഒക്കെയുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് തടയാൻ ആർക്കും അവകാശം. നഗരസഭാ ചെയർപേഴ്സൺ PK ശശി അധ്യക്ഷനായി. CK ശശി മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് അനിൽ ചേലേമ്പ്ര വിതരണം ചെയ്തു. അരവിന്ദാക്ഷൻ, EV വത്സൻ, KV രാമചന്ദ്രൻ, MK വിനോദൻ, രാജാറാം തൈപ്പള്ളി, TK സാവിത്രി എന്നിവർ സംസാരിച്ചു. PM ബിജു സ്വാഗതവും അഡ്വക്കേറ്റ് R സുഭാഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാനുപ്രകാശ് അവതരിപ്പിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. അതായത് 96 വരെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ശശിമാഷെ അറിയൂ. അതിനേക്കാൾ കൂടുതൽ വർഷം സാഗർ നിലനിന്നു. സാഗറിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചു. അപ്പോൾ ശശിമാഷെ ഇന്നും അവർ നെഞ്ചേറ്റുന്നു. കാണാത്ത ഒരു മനുഷ്യനെ, പറഞ്ഞു കേട്ട ഒരു മനുഷ്യനെ അനുഭവിച്ചറിയാതെ തന്നെ കേട്ടറിവിലൂടെ അവർ നെഞ്ചേറ്റുകയാണ്. ഇങ്ങനെ ഒരു 30ാം ചരമവാർഷിക ദിനം ആചരിക്കാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ സംഘാടകർക്ക്, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് അവരോട് സ്നേഹം മാത്രമേ എനിക്ക് പങ്കുവെക്കാനുള്ളൂ, മറ്റൊന്നും പങ്കുവെക്കാനില്ല. അതോടൊപ്പം തന്നെ ഞാനിന്ന് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. നമുക്കറിയാം 1996 ജൂൺ 8-ാം തീയതി മാഷുടെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് ചാറ്റൽ മഴയായിരുന്നു. പ്രകൃതി കരഞ്ഞു എന്നാണ് ഞാനത് സങ്കല്പിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ സംഘാടക സമിതിയിലെ കുറച്ച് ആൾക്കാർ ഒത്തുചേർന്ന അവസരത്തിൽ എല്ലാവരുടെയും മൊബൈലിലേക്ക് അലേർട്ട് വന്നു. നാളെ റെഡ് അലേർട്ടാണ്, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഇന്ന് കാലത്ത് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സമയത്തും അതിനുശേഷം ഇത്തിരി മഴ പെയ്തെങ്കിൽ പോലും നമ്മൾ ഇവിടെ കൂടിയ ഈ സമയം വരെയും പ്രകൃതി സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തുള്ള നാട്ടു നന്മയും നാട്ടറിവും നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന നാട്ടുഭാഷയിലൂടെ നിലനിർത്തുക എന്നൊരു നന്മയാ ഉദ്ദേശമാണ് ജാനുത്ത മാഷയ്ക്കുള്ളത്. ഇന്ന് തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷമായി. 12 വർഷമായിട്ട് ഇന്നും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു സ്നേഹവും പ്രോത്സാഹനവും എപ്പോഴും ഞങ്ങളുടെ കൂടെ വേണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജാനുത്തമാശകൾ എന്ന കാർട്ടൂൺ പരമ്പരയിലുള്ള മുഴുവൻ കഥാപാത്രങ്ങളുടെയും ശബ്ദം അനുകരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. അത് വേറെ ആരുമല്ല, ലിഥിലാൽ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ കാർട്ടൂണിലാണ് നമ്മൾ ആദ്യം വീഡിയോ ആയിട്ട് വന്നത്. അതിൽ ജാനുടുത്തി, കേളപ്പട്ടൻ, ബിന്ദു, പവി, മൂസക്ക അവരുടെയൊക്കെ ശബ്ദം ഞാൻ